നമസ്കാരം. പ്രൈം ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൗപദി മുർമു ശബരിമലയിൽ ദർശനത്തിനെത്തി. പമ്പയിലെത്തിയത് കനത്ത സുരക്ഷയിൽ റോഡ് മാർഗം. പ്രമാണത്ത് രാഷ്ട്രപതിയുടെ ഹെലികോപ്റ്റർ കോൺക്രീറ്റിൽ താഴ്ന്ന സുരക്ഷാ വീഴ്ച. ക്രൈസ്തവ സമുദായത്തിന്റെ ന്യായമായ ആവശ്യങ്ങൾ അവഗണിക്കുന്നവരെ തെരഞ്ഞെടുപ്പുകളിൽ സമുദായവും അവഗണിക്കുമെന്ന് സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ. കത്തോലിക്ക കോൺഗ്രസ് അവകാശ സംരക്ഷണ യാത്രയ്ക്ക് പാലായിൽ സ്വീകരണം. പൂഞ്ഞാർ വളത്തൂക്കിൽ ആടിനെ കടിച്ചു കൊന്നത് കുറുനരിയെന്ന് സ്ഥിരീകരണം. സ്ഥിരീകരിച്ചത് വനംവകുപ്പിന്റെ ക്യാമറയിൽ പതിഞ്ഞ ദൃശ്യങ്ങൾ പരിശോധിച്ച്. പമ്പയിൽ നിന്ന് ഇരുമുടിക്കെട്ട് നിറച്ച് രാഷ്ട്രപതി ദ്രൗപദി മുർമു ബുധനാഴ്ച ശബരിമലയിൽ ദർശനത്തിനെത്തി. ദേവസ്വം ബോർഡിന്റെ ഗൂർഖ വാഹനത്തിലാണ് രാഷ്ട്രപതി സന്നിധാനത്തെത്തിയത്. രാവിലെ തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെട്ട രാഷ്ട്രപതി 8:40 പ്രമാടത്ത് ഹെലികോപ്റ്ററിൽ ഇറങ്ങി. തുടർന്ന് രാഷ്ട്രപതി സന്നിധാനത്തെത്തി. തുടർന്ന് റോഡ് മാർഗം 2 മണിക്കൂറോളം യാത്ര ചെയ്ത് പമ്പയിലെത്തുകയായിരുന്നു. തുടർന്ന് പമ്പ സ്നാനം നടത്തി കെട്ടുനിറച്ച് മല കയറി. നേരത്തെ ട്രയൽ റൺ നടത്തിയ 6ഓളം പ്രത്യേക ഗൂർഖ വാഹനങ്ങളിലാണ് സന്നിധാനത്തെത്തിയത്. എമർജൻസി സർവീസായി കടന്നുപോകുന്ന സ്വാമി അയ്യപ്പൻ റോഡ് വഴിയാണ് പുറപ്പെട്ടത്. കൊടും വളവുകളും കയറ്റങ്ങളും നിറഞ്ഞ വഴിയിലൂടെ 20 മിനിറ്റോളം പിന്നിട്ടാണ് സന്നിധാനത്തെത്തിയത്. തുടർന്ന് ഇരുമുടിയേന്തി 18-ാം പടി ചവിട്ടി മേലെ തിരുമുറ്റത്തെത്തി. തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനര് പൂർണ്ണകുംഭം നൽകി രാഷ്ട്രപതിയെ സ്വീകരിച്ചു. പിന്നീട് ശ്രീകോവിലിന്റെ മുന്നിലെത്തി ദർശനം നടത്തുകയായിരുന്നു. ഇതിനിടെ പ്രമാണത്ത് രാഷ്ട്രപതിയുടെ ഹെലികോപ്റ്റർ കോൺക്രീറ്റിൽ താഴ്ന്ന് സുരക്ഷാ വീഴ്ചയുണ്ടായി. നിശ്ചയിച്ചതിൽ നിന്ന് 5 അടി മാറിയാണ് ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്തത്. ലാൻഡ് ചെയ്യേണ്ട സ്ഥലത്തേക്ക് ഹെലികോപ്റ്റർ തള്ളിമാറ്റുകയായിരുന്നു. ക്രൈസ്തവ സമുദായത്തിന്റെ ന്യായമായ ആവശ്യങ്ങൾ അവഗണിക്കുന്നവരെ തെരഞ്ഞെടുപ്പുകളിൽ സമുദായം അവഗണിക്കുമെന്ന് സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ. കത്തോലിക്ക കോൺഗ്രസ് പ്രസിഡന്റ് രാജീവ് കൊച്ചുപറമ്പിൽ നയിക്കുന്ന അവകാശ സംരക്ഷണ യാത്രയ്ക്ക് പാലായിൽ നൽകിയ സ്വീകരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഈ മാസം 13-ാം തീയതി കാസർഗോഡ് നിന്ന് ആരംഭിച്ച ജാഥ വിവിധ രൂപതകളിലൂടെ കടന്ന് ഇന്ന് പാലാ രൂപതയിൽ എത്തി. അരുവിത്തുറ, രാമപുരം, ഫൊറോനകളിലെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിയ പര്യടനം പാലാ കുരിശുപള്ളിക്കവലയിൽ സമാപിച്ചു. പാലാ രൂപത പ്രസിഡന്റ് ഇമ്മാനുവൽ നിധീരി അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ ഡോക്ടർ ജോർജ് വർഗീസ് ഞാറക്കുന്നേൽ ആമുഖ പ്രഭാഷണവും ഫാദർ ഫിലിപ്പ് കവിയിൽ മാർഗനിർദ്ദേശ പ്രഭാഷണവും നടത്തി. പട്ടിണി കിടന്നും ഞങ്ങൾ പടുത്തുയർത്തിയിട്ടുള്ള സ്കൂളുകൾ, ഞാൻ ചരിത്രത്തിൻ്റെ പിന്നാമ്പറങ്ങളിലേക്ക് പോകുന്നില്ല. സ്കൂളുകളെ പിടിച്ചെടുക്കാൻ പരിശ്രമിച്ച ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് തലകുത്തി വീണത് ഈ ജനത്തിന്റെ കണ്ണുനീരിലാണ്. നിങ്ങൾക്കറിയാം, അതിന് വിമോചന സമരം എന്നാണ് നമ്മൾ പറയുന്നത്. ഇവിടെ കത്തോലിക്കര് മാന്യരാണ്, ക്രൈസ്തവര് മാന്യതയുള്ളതാണ്, ഞങ്ങൾക്ക് സംസ്കാരമുണ്ട്, ഞങ്ങൾ വഴക്കുകൂടാൻ വരുന്നവരല്ല. പക്ഷെ ഞങ്ങൾക്ക് അർഹിക്കുന്ന അവകാശങ്ങൾ മറ്റുള്ളവർക്ക് കൊടുത്തിട്ടും ഞങ്ങളെ പരിഗണിക്കാൻ സന്മനസ് കാണിക്കാത്ത രാഷ്ട്രീയ കക്ഷികളെ തിരിച്ചറിയാനുള്ള ബുദ്ധിയൊക്കെ ഞങ്ങൾക്കുണ്ട്. അത്
കാണിക്കേണ്ട സമുദായത്തിന്റെ പ്രശ്നങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു റിപ്പോർട്ട് സമർപ്പിച്ച് ആ റിപ്പോർട്ട് വെറും 3 മാസം കൊണ്ട് പാലോളി മുഹമ്മദ് കുട്ടി കമ്മിറ്റി റിപ്പോർട്ട് നടപ്പിലാക്കുവാൻ സാധിക്കുമായിരുന്നുവെങ്കിൽ എന്തുകൊണ്ട് ക്രൈസ്തവ സമുദായത്തിന് ന്യായമായിട്ടുള്ള അവകാശങ്ങൾ ഉന്നയിക്കുന്ന ഈ റിപ്പോർട്ട് നടപ്പിലാക്കുവാൻ നിങ്ങൾ അമാന്തം കാണിക്കുന്നു? ഞങ്ങളൊരു വോട്ട് ബാങ്ക് അല്ല എന്നുള്ള ധാരണ കൊണ്ടാണോ? ഒരുപക്ഷെ നിങ്ങളെ ചിന്തിക്കുന്നുവെങ്കിൽ നാളുകളിൽ അങ്ങനെ ആയിരിക്കില്ല എന്നാണ് കത്തോലിക്ക കോൺഗ്രസ് വേദിയിൽ പ്രഖ്യാപിച്ചിട്ടുള്ളത്. നമ്മൾ രാഷ്ട്രീയ പാർട്ടിയും എതിർക്കുവാനായിട്ടോ അനുകൂലിക്കുവാനായിട്ടോ പോകുന്നില്ല, മറിച്ച് ഈ സമുദായത്തിന്റെ പ്രതിസന്ധികൾ ആരാണോ ആ പരിഹരിക്കുവാൻ മുൻപോട്ട് വരുന്നത് അവരോട് ഞങ്ങൾ പ്രോത്സാഹനം കാണിക്കും, പരിഗണിക്കും. പക്ഷേ ഞങ്ങളെ അവഗണിച്ചാലുണ്ടല്ലോ, ഞങ്ങളെ അവഗണിച്ചാൽ കേരളത്തിലെ 50 ലക്ഷം വരുന്ന ക്രൈസ്തവ നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങളുടെ പക്ഷം ചേർന്നുകൊണ്ട് നിൽക്കുമ്പോൾ ഞങ്ങളെ അവഗണിച്ചാൽ നിങ്ങളെയും അവഗണിക്കുവാനായിട്ട് ഈ സമുദായം തയ്യാറായിരിക്കുന്നു എന്നുള്ള ഓർമ്മപ്പെടുന്നതാണ് പ്രിയപ്പെട്ടവരെ കത്തോലിക്ക കോൺഗ്രസ് വേദിയിൽ വെക്കുക. അതുകൊണ്ട് തന്നെ ഈ സമുദായത്തിനെ നിങ്ങളെങ്ങനെ ഓല കാണിച്ച് മുമ്പോട്ട് കൊണ്ടുപോകാൻ വ്യാമോഹിക്കേണ്ട. ഞങ്ങളുടെ ആവശ്യങ്ങൾ ഞങ്ങൾക്കറിയാം. കാർഷികോൽപ്പന്നത്തിന്റെ വിലത്തകർച്ച, പ്രത്യേകിച്ച് റബ്ബറിന്റെ വിലത്ത ഇത് ഒരു ചരിത്ര മുഹൂർത്തമാണ്. നമ്മുടെ സഭയുടെ തലവനും പിതാവുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ തട്ടിൽ പിതാവ് നമ്മളെ എല്ലാം കാണുവാനും നമ്മളെല്ലാം നേതാവായ ശ്രീ രാജീവ് കൊച്ചുപറമ്പിൽ നയിക്കുന്ന ഈ ജാഥയുടെ ഈ സമ്മേളനത്തിൽ സ്വാഗതം ആശംസിച്ച് ഈ ജാഥ ഉദ്ഘാടനം ചെയ്യുവാനുമായി പാലായുടെ മണ്ണിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളത് പാലാക്കാരായ ഞങ്ങളെല്ലാവരെയും. പൂഞ്ഞാർ വളത്തൂക്കിൽ ആടിനെ കടിച്ചു കൊന്നത് കുറുനരി. വനംവകുപ്പ് സ്ഥാപിച്ച ക്യാമറയിൽ നിന്നാണ് ദൃശ്യങ്ങൾ ലഭിച്ചത്. പൂഞ്ഞാർ പഞ്ചായത്ത് വളത്തൂക്ക് കൃഷിഭവന് സമീപം കീരഞ്ചിറയിൽ ജോസിന്റെ ഉടമസ്ഥതയിലുള്ള 1.5 വയസ്സോളം പ്രായമുള്ള ആടിനെയാണ് കൊലപ്പെടുത്തിയത്. ഇന്നലെ വൈകുന്നേരമാണ് സംഭവം. പുരയിടത്തിൽ തീറ്റാനായി വിട്ടിരുന്ന ആടിനെ അഴിക്കാൻ ചെന്നപ്പോഴാണ് കൊന്നു തിന്ന നിലയിൽ കണ്ടെത്തിയത്. ആടിന്റെ ശരീരം പകുതിയോളം കടിച്ചു തിന്ന നിലയിലായിരുന്നു. തള്ളയാടിനെ കെട്ടിയിട്ടിരിക്കുകയായിരുന്നു. ഏത് മൃഗമാണ് ആക്രമിച്ചതെന്ന് സംശയം ഉയർന്നതോടെ വനംവകുപ്പ് അധികൃതരെ വിവരമറിയിക്കുകയായിരുന്നു. തുടർന്ന് രാത്രി 9 മണിയോടെ ഫോറസ്റ്റ് അധികൃതർ എത്തി സ്ഥലത്ത് ക്യാമറ സ്ഥാപിച്ചു. പിന്നീട് രാത്രിയിലും ആടിനെ അജ്ഞാത ജീവി തിന്നുകയായിരുന്നു. ക്യാമറയിലെ ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോഴാണ് കുറുനരിയാണെന്ന് മനസ്സിലായത്. നമ്മൾ സാധാരണ എല്ലാ ദിവസവും ഒരു 2 മണി കഴിയുമ്പോഴാണ് നമ്മൾ അഴിച്ചു കെട്ടുന്നത് പുലി തിന്നാനായിട്ട്. അപ്പം ഇന്നലെ സാധാരണ പോലെ അഴിച്ചു കെട്ടിയതാണ്. വൈകുന്നേരം ഒരു 5 മണി കഴിഞ്ഞപ്പോഴത്തേക്കും ചെന്ന് നോക്കിയപ്പോഴത്തേക്കും എന്തോ കടിച്ച് കിടക്കുന്നതാണ് കണ്ടത്. അത്യാവശ്യം വയറിൻ്റെ അടിഭാഗം കുറച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെന്താണെന്ന് അറിയില്ല. അപ്പം ഫോറസ്റ്റിനെ നമ്മൾ ബന്ധപ്പെട്ടായിരുന്നു. അപ്പോൾ ഫോറസ്റ്റുകാർ ഒരു 8 മണി 8:30 ആയപ്പോഴത്തേക്കും അവർ വന്നായിരുന്നു. അവർ വന്ന് ക്യാമറയ്ക്ക് വെച്ചിട്ട് പോയി. അത് കഴിഞ്ഞ് വൈകുന്നേരം ഒരു 9 മണി 11 മണി ആയാലും പിന്നെ അവർ വന്ന് ചെക്ക് ചെയ്തായിരുന്നു. പക്ഷെ അന്നേരം ഒന്നും കഴിച്ചിട്ടില്ല. അത് കഴിഞ്ഞ് ബാക്കി രാവിലെ കഴിഞ്ഞ് നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും ബാക്കി ഏകദേശം ഒരു 90% ആണ് പിന്നെ അത് തിരിച്ചു വന്നിട്ട് കഴിച്ചിട്ടുണ്ട്. കറുകച്ചാൽ ഗ്രാമപഞ്ചായത്തിലെ വികസനം സംബന്ധിച്ച് ചൂടേറിയ ചർച്ചകൾക്ക് വഴിവെച്ച് ദൃശ്യ ചാനലിന്റെ തെരഞ്ഞെടുപ്പ് സംവാദ പരിപാടിയായ പോരാട്ടം 2025 തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സംഘടിപ്പിച്ചിട്ടുള്ള പരിപാടിക്ക് കറുകച്ചാൽ ശ്രീനികേതൻ ഓഡിറ്റോറിയമാണ് വേദിയായത്. പഞ്ചായത്തിലെ കഴിഞ്ഞ 5 വർഷത്തെ വികസന നേട്ടങ്ങളും കോട്ടങ്ങളും ചർച്ചയായ പരിപാടി രാഷ്ട്രീയ പോർവിളികൾക്കും വേദിയായി. ആവേശകരമായ ചർച്ചകൾ കൊണ്ടും പരിപാടി ശ്രദ്ധേയമായി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീജിഷ കിരൺ, പ്രതിപക്ഷ പ്രതിനിധി അഡ്വക്കേറ്റ് രാജൻ തോമസ് തട്ടാരടി, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് മാത്യു ജോൺ, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റും CPM ഏരിയ കമ്മിറ്റി അംഗവുമായ B ബിജുകുമാർ എന്നിവർ സംവാദ പരിപാടിയിൽ പങ്കെടുത്തു. NDA പരിപാടിയിൽ പങ്കെടുത്തില്ല. ജനപ്രതിനിധികളും വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും പൊതുജനങ്ങളും ചർച്ചയിൽ പങ്കാളികളായി. ദൃശ്യ ന്യൂസ് ചെയർമാൻ PSCB അവതാരകനായിരുന്നു. ആലപ്പാട് ഗോൾഡ്, മേരി ക്വീൻസ് മിഷൻ ഹോസ്പിറ്റൽ എന്നിവരാണ് പരിപാടിയുടെ പ്രായോജകർ. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന സംവാദ പരിപാടി പോരാട്ടം 2025 തലയോലപ്പറമ്പിൽ നടന്നു. തലയോലപ്പറമ്പ് പള്ളിക്കവലയിൽ നടന്ന സംവാദ പരിപാടിയിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷിജി വിൻസെന്റ്, പ്രതിപക്ഷ നേതാവ് ജോസ് വേലിക്കകം, LDF പ്രതിനിധി അനിൽ ചെല്ലാങ്കൽ, UDF പ്രതിനിധി ദേവരാജ് തുടങ്ങിയവർ പങ്കെടുത്തു. ലൈഫ് മിഷൻ പദ്ധതിയിൽപ്പെട്ട വീടുകൾ, പഞ്ചായത്ത് കമ്മിറ്റികൾ നടത്തുന്നതിനുള്ള ഓഫീസ്, ഭിന്നശേഷിക്കാർക്ക് പഞ്ചായത്തിൽ വരുവാനുള്ള ലിഫ്റ്റ് സംവിധാനങ്ങളുടെ അഭാവം,
കോവിഡ് മാസ്ക് അഴിമതി, കുടിവെള്ള പദ്ധതി, CCTV ക്യാമറ വാങ്ങിയതിലുള്ള അഴിമതി ഉൾപ്പെടെ പോരാട്ടത്തിൽ ചർച്ചയായി. ദൃശ്യ ന്യൂസ് എഡിറ്റർ ജോജു ജോസഫ് അവതാരകനായി. വികസന ചർച്ചകൾ അവസാനം വാക്പോരിലേക്കും കയ്യാങ്കളിയിലേക്കും തിരിഞ്ഞു. അകത്തേക്ക് മാറ്റുവാനായിട്ട് സാധിച്ചു എന്നുള്ള ഒരു വലിയ നേട്ടം ഞാനിവിടെ ചൂണ്ടിക്കാണിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഗ്രാമപഞ്ചായത്ത് മുംബൈയിൽ നിന്ന് എംബാം ചെയ്തയച്ച മൃതദേഹം മാറിപ്പോയത് വീട്ടുകാരെയും ബന്ധുക്കളെയും ആശങ്കയിലാഴ്ത്തി. മുംബൈയിൽ വെച്ച് മരിച്ച ഇലഞ്ഞി പെരുമ്പടവും സ്വദേശി ജോർജ് കെ ഐപ്പിന്റെ മൃതദേഹമാണ് നാട്ടിലെത്തിച്ചപ്പോൾ മാറിപ്പോയത്. ചൊവ്വാഴ്ച രാവിലെ 7 മണിയോടെയാണ് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ മൃതദേഹം എത്തിയത്. വിമാനത്തിൽ ഭാര്യയും മകനും ഉണ്ടായിരുന്നുവെങ്കിലും പിറവത്തെ ആശുപത്രിയിൽ മൃതദേഹം ശുചിയാക്കിയ ശേഷം വീട്ടിൽ എത്തിക്കാമെന്ന് ഏജൻസിക്കാർ അറിയിച്ചതനുസരിച്ച് അമ്മയും മകനും വീട്ടിലേക്ക് പോയി. പിന്നീട് ഏജൻസിക്കാർ മൃതദേഹം വീട്ടിലെത്തിച്ചപ്പോഴാണ് ആളുമാറിയ വിവരം അറിയുന്നത്. ഏജൻസിക്കാരും അപ്പോഴാണ് തങ്ങൾക്ക് പറ്റിയ പിഴവ് മനസ്സിലാക്കിയത്. പിറവം താലൂക്ക് ആശുപത്രിയിലെ മോർച്ചറിയിൽ മൃതദേഹം വെക്കാമെന്ന് തീരുമാനിച്ചെങ്കിലും അനുമതി കിട്ടിയിരുന്നില്ല. ആശുപത്രിയിൽ മൃതദേഹം എത്തിച്ച് മോർച്ചറിയിൽ സൂക്ഷിച്ചു. രാത്രിയോടെ ജോർജിന്റെ മൃതദേഹം എത്തിച്ച് ബന്ധുക്കൾക്ക് കൈമാറി. പത്തനംതിട്ട സ്വദേശി വർഗീസ് ജോർജിന്റെ മൃതദേഹമാണ് ഏജൻസിക്കാർ കൊണ്ടുവന്നത്. ഈ മൃതദേഹം എറണാകുളം ഗവൺമെന്റ് ആശുപത്രിയിൽ സൂക്ഷിച്ച ശേഷം ബന്ധുക്കൾക്ക് കൈമാറി. ഏറ്റുമാനൂർ പേരൂർക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ പാടശേഖരത്തിൽ പാടിയാട്ടിൽ ഈ വർഷം തീർത്തത് മനോഹരമായ മഹാവിഷ്ണുവിന്റെ രൂപം. മുൻ വർഷങ്ങളിൽ വാളും ചിലമ്പും ശിവലിംഗവുമായിരുന്നു പാടശേഖരത്തിലെ പ്രധാന ആകർഷണങ്ങൾ. ക്ഷേത്ര ഭരണസമിതി അംഗങ്ങളാണ് ഏവരുടെയും ശ്രദ്ധയാകർഷിക്കുന്ന മഹാവിഷ്ണുവിന്റെ രൂപങ്ങൾക്ക് പിന്നിലെ അണിയറ ശില്പികൾ. പേരൂർക്കാവ് ഭഗവതി ക്ഷേത്ര സന്നിധിയിലെത്തിയാൽ ക്ഷേത്രത്തോട് ചേർന്നുള്ള പാടശേഖരത്തിൽ നിഴലായി മഹാവിഷ്ണുവിന്റെ പ്രതിബിംബം കാണാം. ക്ഷേത്ര ഭരണസമിതി അംഗങ്ങൾ മുൻകൈയെടുത്താണ് പാടിയാട്ടിൽ മഹാവിഷ്ണുവിന്റെ രൂപം സൃഷ്ടിച്ചത്. മുൻ വർഷങ്ങളിൽ വാളും ചിലമ്പും ശിവലിംഗവുമായിരുന്നുവെങ്കിൽ ഇത്തവണ മഹാവിഷ്ണുവിന്റെ രൂപമാണ് നെൽക്കതിരുകൾക്കിടയിൽ തെളിഞ്ഞു നിൽക്കുന്നത്. പച്ച നെൽക്കതിരുകൾക്ക് നടുവിൽ വയലറ്റ് നിറത്തിലാണ് മഹാവിഷ്ണുവിന്റെ രൂപം. ഒറ്റനോട്ടത്തിൽ നിഴലാണെന്നേ പറയൂ. ഉത്തർപ്രദേശിൽ നിന്നും കൊണ്ടുവന്ന ഡാബർശാല ഇനത്തിൽപ്പെട്ട നെൽവിത്താണ് വയലറ്റ് നിറത്തിനായി ഉപയോഗിച്ചത്. പച്ച നെൽക്കതിർ ജ്യോതി ഇനത്തിൽപ്പെട്ടതുമാണ്. ഡാബർശാല നെൽവിത്തിന് വലിയ വില കൊടുക്കേണ്ടി വന്നു. 1 കിലോ നെല്ലിന് 500 രൂപയാണ് വില. 40 കിലോയോളം നെല്ലുപയോഗിച്ചു. മഹാവിഷ്ണുവിന്റെ രൂപമുള്ള പാടശേഖരത്തിലും ഒപ്പം ക്ഷേത്രത്തിന് മുൻവശത്തും കൃഷി ഇറക്കിയിരുന്നു. കൃഷിയിൽ നിന്നും ലഭിക്കുന്ന നെല്ല് ക്ഷേത്രത്തിലെ ആവശ്യങ്ങൾക്കായി എടുക്കും. കുമ്മായം ഉപയോഗിച്ച് രൂപം വരച്ച് ഓരോ നെൽച്ചെടികൾ കൈകൊണ്ട് പറിച്ചു നട്ടുപിടിപ്പിച്ചാണ് മഹാവിഷ്ണുവിന്റെ രൂപം സൃഷ്ടിച്ചത്. ഏറ്റുമാനൂർ പേരൂർക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ പാടശേഖരത്തിൽ ഓരോ വർഷവും വിരിയുന്ന രൂപങ്ങൾ ഇതിനോടകം തന്നെ ശ്രദ്ധ നേടിക്കഴിഞ്ഞു. നിരവധി ആളുകളാണ് ഇവിടെ എത്തി ഫോട്ടോയെടുത്ത് മടങ്ങുന്നത്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. കറുകച്ചാൽ നെത്തല്ലൂർ ജ്യോതിർമയി ബാലികാ സദനത്തിന്റെയും ഏകാത്മത കേന്ദ്രത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ദീപാവലി കുടുംബസംഗമം സംഘടിപ്പിച്ചു. RSS കോട്ടയം വിഭാഗ് ബൗദ്ധിക് പ്രമുഖ് കെ ഗോപാലകൃഷ്ണൻ സന്ദേശം നൽകി. തിന്മയുടെ മേൽ നന്മയുടെ വിജയമായി നാടെങ്ങും ദീപാവലി ആഘോഷിച്ചപ്പോൾ നെത്തല്ലൂർ ജ്യോതിർമയി ബാലികാ സദനത്തിന്റെയും ഏകാത്മതാ കേന്ദ്രത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ നടന്ന ചടങ്ങുകൾ ദീപാവലിയുടെ ഐതിഹ്യങ്ങളെ ഓർമ്മപ്പെടുത്തുന്നതായി. കുടുംബസംഗമം, ദീപാവലി സന്ദേശ സമ്മേളനം, കീർത്തന ആലാപനം, മധുര വിതരണം എന്നിവയോടെയായിരുന്നു ദീപാവലി ആഘോഷം. വിശിഷ്ടാതിഥികൾ ഭദ്രദീപം തെളിയിച്ചു. കുട്ടികൾ സമ്മേളനത്തിന് മുന്നോടിയായി മൺചെരാതുകൾ തെളിയിച്ചു. RSS കോട്ടയം വിഭാഗ് ബൗദ്ധിക് പ്രമുഖ് കെ ഗോപാലകൃഷ്ണൻ ദീപാവലി സന്ദേശം നൽകി. ദീപങ്ങളും വിളക്കുകളും കൊളുത്തുമ്പോൾ നന്മ എപ്പോഴും തിന്മയുടെ മേൽ വിജയിക്കുമെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. ഭാരതീയ സംസ്കാരം, പ്രകൃതിയോടുള്ള ബഹുമാനം, ധാർമ്മിക മൂല്യങ്ങൾ, കർത്തവ്യബോധം എന്നിവയ്ക്ക് ഊന്നൽ നൽകുന്നു. വേദങ്ങൾ, ഉപനിഷത്തുകൾ തുടങ്ങിയ പുരാതന ഗ്രന്ഥങ്ങൾ ഈ സംസ്കാരത്തിന് അടിസ്ഥാനശില നൽകുന്നുവെന്നും
കെ ഗോപാലകൃഷ്ണൻ പറഞ്ഞു. ലോകത്ത് അനേകം സംസ്കാരങ്ങളുണ്ട് അല്ലേ? ഭാരതത്തിലെ സംസ്കാരമുണ്ട്, ലോകത്തിലെ മറ്റ് രാഷ്ട്രങ്ങളിലെ സംസ്കാരമുണ്ട്. എല്ലാ രാഷ്ട്രങ്ങൾക്കും രാജ്യങ്ങൾക്കും അവരുടേതായ സംസ്കാരമുണ്ട്. പക്ഷെ നമ്മൾ എന്തുകൊണ്ടാണ് നമ്മളുടെ സംസ്കാരം മഹത്തായതാണ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? എന്തുകൊണ്ടാണ് ഭാരതത്തിൻ്റെ സംസ്കാരത്തിനനുസരിച്ച് ജീവിക്കണം നാം എന്ന് നിഷ്കർഷിക്കുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ ലോകത്തിൽ അനേകം സംസ്കാരങ്ങളുണ്ട് എന്ന് പറയുമ്പോഴും നമ്മളുടെ സംസ്കാരം എല്ലാ തരത്തിലുള്ള സംസ്കാരങ്ങളെക്കാളും ഏറ്റവും ഉന്നതമായ ചിന്തകളുള്ള സംസ്കാരമാണ്. ഭാരതത്തിൽ നമുക്കറിയില്ല എന്ന് ഈ സംസ്കാരം തുടങ്ങി, അല്ലെ, എന്നാണ് ഇതിൻ്റെ ഒരു തുടക്കം കുറിച്ചത് എന്ന് നമുക്കറിയില്ല. കാരണം അത്രത്തോളം പഴക്കമുള്ള, ലോകത്തെ ഏറ്റവും പഴക്കമുള്ള സംസ്കാരമാണ് നമ്മളുടേത്. ജ്യോതിർമയി ബാലികാ സദനം പ്രസിഡന്റ് ആർ മഹേഷ് അധ്യക്ഷനായിരുന്നു. ഏകാത്മതാ കേന്ദ്രം പ്രസിഡന്റ് അരവിന്ദാക്ഷൻ നായർ, സെക്രട്ടറി അരുൺ മോഹൻ, ജ്യോതിർമയി ബാലികാ സദനം സെക്രട്ടറി KR വാസു എന്നിവർ പ്രസംഗിച്ചു. ജ്യോതിർമയി ബാലികാ സദനത്തിലെ സാന്ദ്ര വ്യക്തിഗീതം അവതരിപ്പിച്ചു. കീർത്തന ആലാപനം, മധുര വിതരണം എന്നിവയോടെ ചടങ്ങുകൾ അവസാനിച്ചു. ജനനീ ഭാരതധരണി സസ്യശ്യാമലേ ദേവി കോടി കോടി വീരലിംഗായേ ജഗജനനീ നീ വെൽഗ അച്യുത കേശവ ഹരിനാരായണ അച്യുത കേശവ ഹരിനാരായണ ഭവഭയഹരണ വന്ദിത ചരണ ഭവഭയഹരണ വന്ദിത ചരണ യദുകുലഭൂഷണ രാജീവലോചന. ന്യൂസ് ബ്യൂറോ, ചങ്ങനാശ്ശേരി. മൂവാറ്റുപുഴ MC റോഡിൽ മീൻകുന്നം പള്ളിക്ക് മുൻപിൽ KSRTC ബസും കാറും കൂട്ടിയിടിച്ച് അപകടത്തിൽ കാർ യാത്രക്കാർക്ക് പരിക്കേറ്റു. പാലക്കുഴ തടത്തിൽ പുത്തൻപുര മത്തായി, ലിസി മത്തായി എന്നിവർക്കാണ് പരിക്കേറ്റത്. പരിക്കേറ്റവരെ മൂവാറ്റുപുഴയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മൂവാറ്റുപുഴ ഭാഗത്തു നിന്നും കൂത്താട്ടുകുളം ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാറും കൂത്താട്ടുകുളം ഭാഗത്തു നിന്നും കോഴിക്കോടിന് പോവുകയായിരുന്ന ബസ്സുമാണ് കൂട്ടിയിടിച്ചത്. കാർ ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. ബസ്സിൽ 40ഓളം യാത്രക്കാരുണ്ടായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ കാർ പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. ഓടിക്കൂടിയ നാട്ടുകാരാണ് കാറിലുണ്ടായിരുന്നവരെ ആശുപത്രിയിൽ എത്തിച്ചത്. മൂവാറ്റുപുഴ പോലീസും ഫയർഫോഴ്സും സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു. അപകടത്തെ തുടർന്ന് ഗതാഗത തടസ്സവും ഉണ്ടായി. കറുകച്ചാൽ പഞ്ചായത്ത് 11ാം വാർഡ് കൊച്ചിക്കാല കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന നാട്ടുകൂട്ടം സ്വയം സഹായ സംഘത്തിന്റെ 500ാമത് യോഗം ആഘോഷമാക്കി പ്രവർത്തകർ. ഗവൺമെന്റ് ചീഫ് വിപ്പ് ഡോക്ടർ N ജയരാജ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. 10 വർഷത്തിലേറെയായി പ്രവർത്തിക്കുന്ന നാട്ടുകൂട്ടം സ്വയം സഹായ സംഘം ഒരുപറ്റം ചെറുപ്പക്കാരുടെ കൂട്ടായ്മയാണ്. പരസ്പര സഹായത്തിനുള്ള സാമ്പത്തിക പദ്ധതികൾ മാത്രമല്ല, നാട്ടിലെ വികസന കാര്യങ്ങളിൽ ഇടപെട്ട് അവയ്ക്ക് പരിഹാരം കണ്ടെത്തുന്നതിലും മുൻപന്തിയിലാണ് ഇവർ. ആഴ്ചയിൽ ഒരിക്കൽ പ്രവർത്തകർ ഒത്തുചേരും, പ്രവർത്തനങ്ങൾ വിലയിരുത്തും. സംഘത്തിന്റെ 500ാമത് യോഗം ആഘോഷമാക്കി മാറ്റി പ്രവർത്തകർ. ഗവൺമെന്റ് ചീഫ് വിപ്പ് ഡോക്ടർ N ജയരാജ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഈ നിർമ്മിത ബുദ്ധിയുടെ ഒരു കാലഘട്ടമാണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നമുക്കറിയാം. മനുഷ്യന് ചെയ്യാൻ കഴിയുന്ന ഒരുപാട് കാര്യങ്ങൾ യന്ത്രങ്ങൾ ചെയ്യുന്നൊരു കാലത്തിലൂടെ പോവുകയാണ്. കൂടുതൽ ഗവേഷണങ്ങൾ നടക്കുകയാണ്. നല്ല കാര്യമാണ്. ഇപ്പോൾ ചികിത്സയ്ക്കാണെങ്കിലും മറ്റു കാര്യങ്ങൾക്കുമൊക്കെ
കുറേ കൂടി ഒരു എന്താ പറയുന്നത് കൃത്യത വരുത്താനായിട്ടും ഒക്കെ തന്നെ അത്തരം പ്രവർത്തനങ്ങൾക്ക് കഴിയും. ഇപ്പോൾ കവിത എഴുതുന്ന രീതിയിലേക്ക് യന്ത്രങ്ങൾ മാറിയിട്ടുണ്ട്. കവിത എഴുതുന്ന യന്ത്രങ്ങളുണ്ട്, കഥ പറയുന്ന യന്ത്രങ്ങളുണ്ട്. പക്ഷെ ഇവിടെയൊക്കെ ഞാൻ ആശങ്കപ്പെടുന്നൊരു കാര്യം, ഞാനിത് ഇത്തരം കൂട്ടായ്മയിലായതുകൊണ്ട് പറയുകയാണ്, എല്ലാ യന്ത്രങ്ങൾക്ക് വിട്ടുകൊടുത്താൽ പിന്നെ നമ്മുടെ ആവശ്യം എന്താണെന്നുള്ളൊരു ചോദ്യം സ്വാഭാവികമായിട്ടുണ്ടാകും. കാലക്രമേണ ഇപ്പോഴല്ല, എല്ലാ യന്ത്രങ്ങൾ ചെയ്യുന്നതിന് മനുഷ്യന് വലിയ അത്യാവശ്യമുള്ള കാര്യമല്ലാത്ത ഒരു വസ്തുവായിട്ട് ലോകത്തിൽ മാറിപ്പോകുമോ എന്നുള്ളത് ആശങ്കപ്പെടുത്തണം. ഇവിടെയാണ് യഥാർത്ഥത്തിൽ ചില വൈകാരികമായ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് രൂപപ്പെടുത്തേണ്ടത്. ഏത് ഗ്രാമത്തിലാണെങ്കിലും എവിടെയാണെങ്കിലും മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം വൈകാരികമായ ബന്ധങ്ങൾ സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ്. സംഘം പ്രസിഡന്റ് എസ് ബാലകൃഷ്ണൻ അധ്യക്ഷനായിരുന്നു. ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ആർ കൃഷ്ണപ്രഭൻ മുഖ്യാതിഥിയായിരുന്നു. അംഗൻവാടി അധ്യാപികയായിരുന്ന ശാന്തമ്മ ടീച്ചറെ ചടങ്ങിൽ ആദരിച്ചു. വാർഡ് മെമ്പർ ഗീതാമണി രാജേന്ദ്രൻ, അജേഷ് മധു, രജനി സനോജ്, സരിത റെജി, ചക്കിമംഗലം CMS LP സ്കൂൾ പ്രധാന അധ്യാപിക മറിയാമ്മ ജോഷുവ, നാട്ടുകൂട്ടം സ്വയം സഹായ സംഘം സെക്രട്ടറി രാജീവ് രവീന്ദ്രൻ, ജോയിന്റ് സെക്രട്ടറി റോബിൻ വർഗീസ് എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, ചങ്ങനാശ്ശേരി. സർവീസ് പെൻഷൻകാരുടെ അവകാശങ്ങൾക്ക് നേരെ നിഷേധാത്മകമായ സമീപനം സ്വീകരിക്കുകയും നിലവിലുള്ള ആനുകൂല്യങ്ങൾ ഒന്നായി കവർന്നെടുക്കുകയും ചെയ്ത പിണറായി സർക്കാരിനെതിരെ ശക്തമായ പ്രതിഷേധം ഉയർന്നുവരണമെന്ന് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ കാഞ്ഞിരപ്പള്ളി നിയോജക മണ്ഡലം വാഴൂർ യൂണിറ്റ് 41ാമത് വാർഷിക സമ്മേളനം. വാഴൂർ മിൽമ ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനം അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് TS സലീം ഉദ്ഘാടനം ചെയ്തു. പെൻഷൻ പരിഷ്കരണ നടപടികൾ ഉടൻ ആരംഭിക്കണമെന്നും പെൻഷൻകാരുടെ ക്ഷാമാശ്വാസ കുടിശ്ശിക ഉടൻ അനുവദിക്കണമെന്നും സമ്മേളനം ആവശ്യപ്പെട്ടു. സമ്മേളനം അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് TS സലീം ഉദ്ഘാടനം ചെയ്തു. പെൻഷൻകാർക്ക് അർഹതപ്പെട്ട ആനുകൂല്യങ്ങളും അവകാശങ്ങളും കവർന്നെടുത്തതും സാധാരണക്കാർക്ക് പോലും സ്വൈര്യമായി ജീവിക്കാൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് പിണറായി സർക്കാർ സംസ്ഥാനത്തെ തള്ളിവിട്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഖജനാവ് ധൂർത്തടിച്ച് ചെലവഴിക്കുകയും ഖജനാവ് നിറയ്ക്കുന്നതിനായി ഭക്തർ ഭഗവാൻ അർപ്പിച്ച സ്വർണം ചെമ്പാക്കി മാറ്റുന്ന സർക്കാരാണ് നാട് ഭരിക്കുന്നത്. അങ്ങനെയുള്ള ഒരു ഗവൺമെന്റിൽ നിന്നും പെൻഷൻകാർക്കും സാധാരണ ജനങ്ങൾക്കും നീതി ലഭിക്കില്ലെന്ന് ഉറപ്പാണെന്നും TS സലീം പറഞ്ഞു. വരുന്ന തെരഞ്ഞെടുപ്പുകൾ പെൻഷൻകാരുടെ ശക്തി പ്രകടമാക്കുന്നതാക്കി മാറ്റി എല്ലാവരും ഒരുമിച്ച് നിൽക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. കൃത്യമായി കൂട്ടിവെച്ചുകൊണ്ട് അടുത്ത പെൻഷൻകാരനെ കൂടി അത് ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഈ സർക്കാരിനെതിരെ അതിശക്തമായ പ്രക്ഷോഭ സമരങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷൻസ് അസോസിയേഷൻ മാത്രമാണ് പെൻഷൻ സർവീസ് മേഖലയിൽ നമ്മുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുന്നത് എന്നുള്ളൊരു തിരിച്ചറിവ് നമ്മുടെ ആളുകളുടെ ഇടയിൽ പ്രചരിപ്പിക്കണം. പിണറായി വിജയൻ തൊടുന്നതിനും തൊട്ടതിനുമൊക്കെ പറയുന്ന ഒരു കാര്യം ഫണ്ടില്ല ഇല്ല സാർ. ഫണ്ടില്ല എന്ന് പറയുമ്പോൾ ഈ പിണറായി വിജയൻ തന്നെ കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിൽ വെച്ച ഒരു കണക്കാണ്. കേരളത്തിൻ്റെ പൊതുകട 6.5 ലക്ഷം കോടി രൂപയാണ്. 6.5 ലക്ഷം കോടി രൂപ. പിണറായി വിജയൻ ഭരണം നടക്കുന്ന 2017 കേരളത്തിൻ്റെ പൊതുകട എത്രയാണ്? 1.5 ലക്ഷം കോടി രൂപ. അപ്പോൾ പിണറായി വിജയന്റെ ഭരണം കൊണ്ട് പിന്നെ കിട്ടിയ 5 ലക്ഷം കോടി രൂപ കടമെടുത്തിരിക്കണം. ഇന്നും രണ്ടുമല്ല, 5 ലക്ഷം കോടി രൂപ. നമ്മൾ പൊതു സമൂഹത്തിൽ അറിയിക്കേണ്ട ഒരു കാര്യം. 5 ലക്ഷം കോടി രൂപ എന്ന് പറഞ്ഞ ചില്ലറ പൈസയാണ്. കണക്കൂട്ടി നോക്കിക്കേ. നമ്മളെ 5 ലക്ഷം കോടിയുടെ കൂടെ നമ്മൾ 5 ലക്ഷം അല്ലെ 6 ലക്ഷം എന്ന് എഴുതിയിട്ട് അതിൻ്റെ കൂടെ കോടിയുടെ പൂജ്യം കൂടെ ഇട്ട് നോക്കുമ്പോൾ ഉണ്ടാകുന്ന സംഖ്യയെ കേരളത്തിലെ ജനസംഖ്യ 3.5 കോടി. ആ 3.5 കോടി കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഈ ഇരിക്കുന്ന നമുക്കൊക്കെ ആളോഹരി എത്ര രൂപ കടമാണ്? 2,26,666 രൂപ. മോഹൻലാൽ സാറും സുനിലും ബാപ്പുജിയും സാമൽ സാറും ആർക്കും എല്ലാം കടക്കാരാണ്. ആർക്ക്? വിവിധ സർക്കാർ ഏജൻസികൾ. യൂണിറ്റ് പ്രസിഡന്റ് VV ഇട്ടി അധ്യക്ഷനായിരുന്നു. ജില്ലാ സെക്രട്ടറി PJ ആന്റണി, DCC മെമ്പർ ജോസ് കെ ചെറിയാൻ, അസോസിയേഷൻ വാഴൂർ മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് സേതുരാജ്, നിയോജക മണ്ഡലം പ്രസിഡന്റ് MS ഷിബു,
മഹിളാ കോൺഗ്രസ് സെക്രട്ടറി ഉഷാകുമാരി, സംസ്ഥാന ഓഡിറ്റർ AJ ജോർജ്, ജില്ലാ വൈസ് പ്രസിഡന്റ് KK ശശീന്ദ്രബാബു, ജില്ലാ ജോയിന്റ് സെക്രട്ടറിമാരായ ദേവകുമാർ K, ജോസഫ് KJ, രക്ഷാധികാരികളായ PD രാധാകൃഷ്ണപിള്ള, KK കുര്യൻ, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് മുകുന്ദൻ KP, യൂണിറ്റ് സെക്രട്ടറി ത്രേസ്യാമ്മ കുര്യൻ, സംസ്ഥാന കൗൺസിലർ മോഹനൻ പിള്ള, നിയോജകമണ്ഡലം സെക്രട്ടറി ജോസഫ് മാത്യു, കങ്ങഴ യൂണിറ്റ് പ്രസിഡന്റ് PM സുനിൽ, ജില്ലാ ഭാരവാഹി അൻസാരി ബാപ്പു, കാഞ്ഞിരപ്പള്ളി യൂണിറ്റ് പ്രസിഡന്റ് മുഹമ്മദ് ഫൈസി, CM സാമുവൽ, വനിതാ ഫോറം കൺവീനർ തങ്കമണി, അന്നമ്മ കുര്യൻ, വിശ്വനാഥൻ ആചാരി, PM ഇബ്രാഹിം, CD ദേവസ്യ എന്നിവർ പ്രസംഗിച്ചു. യൂണിറ്റ് പ്രസിഡന്റായി VV ഇട്ടിയെയും സെക്രട്ടറിയായി ത്രേസ്യാമ്മ കുര്യനെയും സമ്മേളനം തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, ചങ്ങനാശ്ശേരി. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.